പ്രിയങ്ക ഗാന്ധി സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വസതിയിലേക്കാണ് പോയത്. കേരളത്തിൽ നിന്നുള്ള എംപിമാരെ കൂട്ടി വയനാടിന്റെ ആവശ്യങ്ങൾക്കായി അമിത്ഷായെ സമീപിക്കുകയും അതീവ ഗുരുതര വിഭാഗത്തിൽപ്പെടുത്തി വയനാടിന് അടിയന്തര പാക്കേജ് നൽകേണ്ടതിന്റെ ആവശ്യകത വീണ്ടും ഉന്നയിക്കുകയും ചെയ്തു. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായ അമിത്ഷാ പകപോക്കൽ രാഷ്ട്രീയം കേരളത്തോട് കാണിക്കുന്നതിന് കൃത്യമായ കാരണമുണ്ട്. കേരളത്തിൽ BJPക്ക് വളക്കൂറില്ലാത്ത മണ്ണാണ് എന്ന് അമിത്ഷായ്ക്കും നരേന്ദ്രമോദിക്കും നന്നായി അറിയാം. എന്നാൽ ഇവിടെ താമസിക്കുന്നവരുടെ, ഈ കേരളത്തിലെ നിവാസികളുടെ പണം കൃത്യമായി GST എന്ന നിരക്കിൽ കേന്ദ്ര ഗവൺമെന്റ് വിഴുങ്ങുന്നുണ്ട്. കേന്ദ്ര ഗവൺമെന്റിന് കൃത്യമായും കേരളത്തോട് പ്രതിബദ്ധത കാണിച്ചേ മതിയാവൂ. ഇതാണ് പ്രിയങ്ക കൃത്യമായി അമിത്ഷായോട് പറഞ്ഞത്. അമിത്ഷായുടെ ബോഡി ലാംഗ്വേജ് വളരെ കൃത്യമായിരുന്നു. പ്രിയങ്ക ഗാന്ധി പറയുന്ന കാര്യങ്ങൾ കേട്ടില്ലെങ്കിൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് എന്താണെന്ന് പാർലമെന്റിനകത്തും പുറത്തും, അവിടെ ലോക്സഭയും രാജ്യസഭയും ഒരുപോലെ സ്തംഭിപ്പിക്കാൻ കഴിവുള്ള ദേശീയ നേതാവാണ് പ്രിയങ്ക ഗാന്ധി. പ്രതിപക്ഷ നേതാവിന്റെ സഹോദരി ആയതുകൊണ്ട് മാത്രമല്ല, പ്രതിപക്ഷത്തിന്റെ മുഖമായി പ്രിയങ്കയ്ക്ക് മാറാൻ അധിക സമയമൊന്നും വേണ്ട എന്ന് ഏറ്റവും നന്നായി BJPയുടെ രാഷ്ട്രീയ ചാണക്യൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അമിത്ഷായ്ക്ക് കൃത്യമായി അറിയാം. അതുകൊണ്ടാണ് 2219 കോടി രൂപ ആദ്യ ഗഡുവായി അനുവദിക്കുന്ന ആ ഫയല് കൃത്യമായി ഒപ്പുവെക്കാൻ തയ്യാറാകുന്നത്. അത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ശരിക്കും അടിയറോ പറഞ്ഞതിന് തുല്യമാണ് എന്നൊക്കെ സംസാരമുണ്ടെങ്കിലും അതിനെ പ്രിയങ്ക അങ്ങനെയല്ല കണക്കാക്കിയിരിക്കുന്നത്. പ്രിയങ്ക പറഞ്ഞിരിക്കുന്നത് എല്ലാ തരത്തിലും നാശനഷ്ടമുണ്ടായ വയനാട്, കുടുംബത്തിലെ ഉറ്റവരെയും ഉടയവരെയും ഒക്കെ നഷ്ടപ്പെട്ട്, ഒരു വീട്ടിലെ സകലരെയും നഷ്ടപ്പെട്ട നിരവധി പേരുണ്ട്. അതുപോലെ വലിയ തോതിൽ അവിടെ ജീവൻ രക്ഷിച്ചെടുത്ത, തലനാഴിലേക്ക് ജീവൻ രക്ഷപ്പെട്ട, ജീവൻ തിരിച്ചു കിട്ടിയവരുണ്ട്. ചെളിയിലായി പുതഞ്ഞു പോകാമായിരുന്ന ഒരവസ്ഥയിൽ നിന്നും തിരികെ പുതുജീവിതത്തിലേക്ക് വന്നവരുണ്ട്. അവരൊന്നും ആ നടുക്കത്തിൽ നിന്നും ഇതുവരെയും മാറിയിട്ടില്ല. അത്രയും ഭയാനകമായിരുന്നു മുണ്ടക്കയിലെയും ചൂരൽമലയിലെയും ഉരുൾപൊട്ടൽ. അതിനെ ആദ്യം ലോക്സഭയിൽ അമിത്ഷാ പറഞ്ഞത് ഏർലി സിസ്റ്റം വാർണിംഗ് കൊടുത്തിരുന്നു എന്നൊക്കെ ആയിരുന്നു. എന്നാൽ അങ്ങനെ ഒരു സമീപനം എടുക്കാൻ കേന്ദ്രം ഇന്നേ വരെ തുനിച്ചിട്ടില്ല എന്നുള്ള കാര്യം കൃത്യമായി ഉദാഹരണ സഹിതം മീറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിലെ വിദഗ്ധരായിട്ടുള്ള പല ഉദ്യോഗസ്ഥരും പറഞ്ഞതിന് ശേഷം അമിത്ഷാ ശരിക്കും തടി തപ്പുന്ന കാഴ്ചയാണ് കണ്ടത്. പ്രിയങ്ക ഗാന്ധി വയനാട് MP ആയതോടുകൂടി ഇതിനൊരു ശാശ്വത പരിഹാരത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. രാത്രികാല സഞ്ചാരവും അവിടെയുള്ള വന്യജീവി ശല്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായി ഒരു പഠന റിപ്പോർട്ട് തയ്യാറാക്കി കൊടുക്കാൻ പ്രിയങ്ക ഗാന്ധി അത് പരിസ്ഥിതി മന്ത്രാലയത്തിലും ധനകാര്യ മന്ത്രാലയത്തിലും ആഭ്യന്തര മന്ത്രാലയത്തിലും അതുപോലെ തന്നെ ഡിഫൻസ് വകുപ്പിനും കൃത്യമായി കൊടുക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഒരുപക്ഷെ ഇങ്ങനെ ഒരു MP ആണ് കേരളത്തിലെ ജനത കൃത്യമായി കണ്ടത്. അവരുടെ സുഖദുഃഖങ്ങളിൽ, അവരുടെ ഊണിലും ഉറക്കത്തിലും അഹോരാത്രം അവരോടൊപ്പം നിൽക്കുന്ന, ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയെ രാഹുൽ ഗാന്ധി രാജ്യത്തെ കോൺഗ്രസിനെ കെട്ടിപ്പടുക്കാൻ, പുനരുജ്ജീവിപ്പിക്കാൻ തിരികെ പോകുമ്പോൾ വാസ്തവത്തിൽ പ്രിയങ്ക തിരിച്ചു വന്ന് വയനാട് പിടിച്ചെടുക്കുമ്പോൾ